എല്ലാവർക്കും കോപ്പറേറ്റീവ് വേ കേരളയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് IT ആൻഡ് സൈബർ ലോയിൽ PSC ആവർത്തിച്ച് വരുന്ന കുറച്ച് ചോദ്യങ്ങളും അവയുടെ റിലേറ്റഡ് ഫാക്ട്സുമാണ്. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ദ പ്രോസസ് ഓഫ് റൈറ്റിംഗ് ഡേറ്റ ഇൻറ്റു CD ഈസ് കാൾഡ്. അതായത് CD നമ്മൾ ഡേറ്റ റൈറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്ന പേരെന്തുവാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ എ ലോഡിംഗ്, ഓപ്ഷൻ ബി റൈറ്റിംഗ്, ഓപ്ഷൻ സി ബാക്കപ്പ്, ഓപ്ഷൻ ഡി ബേണിങ്. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ബേണിംഗ് ആണ്. CD നമ്മൾ ഡേറ്റ റൈറ്റ് ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് ബേണിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, ഹൂ ഈസ് ദ ഫാദർ ഓഫ് സൂപ്പർ കമ്പ്യൂട്ടിംഗ്? സൂപ്പർ കമ്പ്യൂട്ടിങ്ങിൻ്റെ പിതാവ് ആരാണെന്നാണ് ചോദ്യം. അപ്പോൾ ഓപ്ഷൻ എ സെയ്മർ ക്രേ, ഓപ്ഷൻ ബി ചാൾസ് ബബേജ്, ഓപ്ഷൻ സി അലൻ ടൂണിങ്, ഓപ്ഷൻ ഡി ബ്ലെയ്സി പാസ്കൽ. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ സെയ്മർ ക്രേ ആണ്. ഫാദർ ഓഫ് സൂപ്പർ കമ്പ്യൂട്ടർ എന്ന് അറിയപ്പെടുന്നത് സെയ്മർ ക്രേ ആണ്. ഇനി ചാൾസ് ബബേജ് നമുക്ക് എല്ലാവർക്കും അറിയാം, ഫാദർ ഓഫ് കമ്പ്യൂട്ടറാണ് ചാൾസ് ബബേജ്. ഇനി അടുത്ത ഓപ്ഷൻ അലൻ ടൂണിങ്. അലൻ ടൂണിങ് എന്ന് പറയുന്നത് ഫാദർ ഓഫ് മോഡേൺ കമ്പ്യൂട്ടറാണ്. ഫാദർ ഓഫ് മോഡേൺ കമ്പ്യൂട്ടർ എന്നറിയപ്പെടുന്നത് അലൻ ടൂണിങ്. അടുത്തത് ബ്ലെയ്സി പാസ്കൽ. ബ്ലെയ്സി പാസ്കൽ എന്ന് പറയുന്നത് ഫസ്റ്റ് ഡിജിറ്റൽ കാൽക്കുലേറ്റർ ഇൻവെൻറ്റ് ചെയ്ത വ്യക്തിയാണ് ബ്ലെയ്സി പാസ്കൽ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ദ സൈസ് ഓഫ് IP അഡ്രസ് ആസ് പെർ IPv6 പ്രോട്ടോകോൾ ഈസ്. IPv6 പ്രോട്ടോക്കോളിൻ്റെ സൈസ് എത്രയെന്നാണ് ചോദ്യം. ഇത് PSC റിപ്പീറ്റായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. IPv4ഉം IPv6ഉം. ഇവിടെ IPv6ൻ്റെ സൈസ് ചോദിച്ചിട്ടുണ്ട്, അതിൻ്റെ ആൻസർ 128 ബിറ്റും. ഇനി IPv4 ആണ് ചോദ്യമെങ്കിൽ ഓപ്ഷൻ എ ആണ് വരുന്നത്, 32 ബിറ്റ്. അപ്പോൾ കൃത്യമായിട്ട് ഇത് രണ്ടും അറിഞ്ഞിരിക്കണം. IPv4 ആണെങ്കിൽ 32 ബിറ്റും IPv6 ആണെങ്കിൽ 128 ബിറ്റും. അടുത്ത ക്വസ്റ്റ്യൻ, പ്രോഗ്രാം ദാറ്റ് ട്രാൻസ്ലേറ്റ് ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഇൻറ്റു മെഷീൻ കോഡ്. ഹൈ ലെവൽ ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന ലാംഗ്വേജ് ട്രാൻസ്ലേറ്ററിനെ പറയുന്ന പേര് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ കമ്പൈലർ, ഓപ്ഷൻ ബി അസംബ്ലർ, ഓപ്ഷൻ സി ഇൻ്റർപ്രറ്റർ, ഓപ്ഷൻ ഡി ബോത്ത് എ ആൻഡ് സി. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ബോത്ത് എ ആൻഡ് സി. അതായത് ഹൈ ലെവൽ ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന ട്രാൻസ്ലേറ്ററാണ് കമ്പൈലറും ഇൻ്റർപ്രറ്ററും. ഇനി കമ്പൈലർ ആണെങ്കിൽ എൻ്റയർ പ്രോഗ്രാമിനെ മെഷീൻ ലാംഗ്വേജിലോട്ട് കൺവേർട്ട് ചെയ്യും. പക്ഷേ ഇൻ്റർപ്രറ്റർ വരുമ്പോഴത്തേക്ക് ഓരോ ലൈൻ ബൈ ലൈനാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. അതാണ് കമ്പൈലറും ഇൻ്റർപ്രറ്ററും തമ്മിലുള്ള ഡിഫറൻസ്. ഇനി അസംബ്ലർ എന്ന് പറയുന്നത് അസംബ്ലി ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജിലോട്ട് കൺവേർട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് ട്രാൻസ്ലേറ്ററാണ് അസംബ്ലർ എന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെയിം എ വോളറ്റൈൽ മെമ്മറി. താഴെ കൊടുത്തിരിക്കുന്നതിൽ വോളറ്റൈൽ മെമ്മറി ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ റാം, ഓപ്ഷൻ ബി റോം, ഓപ്ഷൻ സി ഹാർഡ് ഡിസ്ക്, ഓപ്ഷൻ ഡി പെൻഡ്രൈവ്. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ റാം എന്നാണ്. അപ്പോൾ വോളറ്റൈൽ മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോസസ്സ് ഇപ്പോൾ പെട്ടെന്ന് ഒരു പവർ ഫെയിലിയർ വന്ന് ഇപ്പോൾ കറണ്ട് പോയി, ആ സമയത്ത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓപ്പറേഷൻ അവിടെ ക്ലോസ് ആവും. അപ്പോൾ പിന്നെ നമ്മൾ സിസ്റ്റം ഓൺ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ ചെയ്ത കാര്യം സേവ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് നഷ്ടപ്പെടും. അതാണ് റാം എന്ന് പറയുന്നത്. പെർമനൻ്റ് ആയിട്ട് സ്റ്റോർ ചെയ്യുന്നതാണ് റോമിലെന്ന് പറയുന്നത്. റോം എന്ന് പറയുന്നത് റീഡ് ഒൺലി മെമ്മറി, റാം എന്ന് പറയുന്നത് റാൻഡം ആക്സസ് മെമ്മറി. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ടേം ഈസ് നോട്ട് റിലേറ്റഡ് വിത്ത് കമ്പ്യൂട്ടർ മോണിറ്റർ. താഴെ കൊടുത്തിരിക്കുന്നതിൽ കമ്പ്യൂട്ടർ മോണിറ്ററുമായിട്ട് ബന്ധമില്ലാത്ത ഏതെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ CRT, ഓപ്ഷൻ ബി TFT, ഓപ്ഷൻ സി LCD, ഓപ്ഷൻ ഡി DPI. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് DPI ആണ്. ഓപ്ഷൻ ഡി ആണ് വരുന്നത്, ഓപ്ഷൻ ഡി. അപ്പോൾ CRT എന്ന് പറയുന്നത് നമുക്കറിയാം, CRT കാഥോഡ് റേ ട്യൂബ്, അതൊരു മോണിറ്ററിൻ്റെ എക്സാമ്പിളാണ് CRT. പണ്ട് കാലങ്ങളിൽ യൂസ് ചെയ്തിരുന്ന മോണിറ്ററാണ് CRT മോണിറ്റർ. പിന്നെ TFT തിൻ ഫിലിം ട്രാൻസിസ്റ്റർ, LCD ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ. ഇവിടെ DPI എന്ന് പറയുന്നത് ഡോട്ട്സ് പെർ ഇഞ്ച്, അത് പ്രിൻ്ററുമായിട്ട് ബന്ധപ്പെട്ട ടേമാണ് DPI എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഡയമീറ്റർ ഓഫ് എ കോമൺ കോമ്പാക്റ്റ് ഡിസ്ക്. ഒരു CDൻ്റെ ഡയമീറ്റർ എത്രയെന്നാണ് ചോദ്യം. ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി 120 mm ആണ്. 120 mm ആണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് കൺസിഡേർഡ് എ ഡയറക്റ്റ് എൻട്രി ഇൻപുട്ട് ഡിവൈസ്. നമ്മൾ ഡയറക്റ്റ് എൻട്രി ഇൻപുട്ട് ഡിവൈസ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ഏതെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ഓപ്റ്റിക്കൽ സ്കാനർ, ഓപ്ഷൻ ബി മൗസ്, ഓപ്ഷൻ സി ലൈറ്റ് പെൻ, ഓപ്ഷൻ ഡി ആൾ ഓഫ് ദ എബോവ്.
അപ്പോൾ ഇവിടെ നമുക്കറിയാം ഒപ്റ്റിക്കൽ സ്കാനർ നമ്മൾ ഡേറ്റ ഇൻപുട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ്. മൗസ്, ലൈറ്റ് പെന്നും അതുപോലെ തന്നെയാണ്. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി, ആൾ ഓഫ് ദ എബോവ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, എക്സാമ്പിൾ ഓഫ് സെക്കൻഡറി മെമ്മറി. അപ്പോൾ നമുക്കറിയാം മെമ്മറിയെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് പ്രൈമറി മെമ്മറിയും രണ്ട് സെക്കൻഡറി മെമ്മറി. ഇവിടെ സെക്കൻഡറി മെമ്മറിക്ക് എക്സാമ്പിൾ ഏതെന്നാണ് ചോദിച്ചേക്കുന്നത്. ഇവിടെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി, CD ആണ്. പ്രൈമറി മെമ്മറിക്ക് എക്സാമ്പിളാണ് റാമും റോമും. സെക്കൻഡറി ആണ് സ്റ്റോറേജ് ഒക്കെ വരുന്നത്, അതിൽ CD, കോമ്പാക്റ്റ് ഡിസ്ക്. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ക്വസ്റ്റ്യൻ ഡിസ്കഷനിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. IC ചിപ്പ് ഇൻ എ കമ്പ്യൂട്ടർ ആർ മെയ്ഡപ്പ് ഓഫ്. IC ചിപ്പ് ഏത് മെറ്റൽ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നതെന്ന് ചോദ്യം. ഓപ്ഷൻ എ ലെഡ്, ഓപ്ഷൻ ബി സിലിക്കൺ, ഓപ്ഷൻ സി ക്രോമിയം, ഓപ്ഷൻ ഡി കോപ്പർ. ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി, സിലിക്കണാണ്. സിലിക്കണാണ്. IC ചിപ്പ് മാനുഫാക്ചർ ചെയ്യാൻ ഉപയോഗിക്കുന്ന മെറ്റൽ ഏതെന്ന് വെച്ചാൽ സിലിക്കണാണ്. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും കൃത്യമായിട്ട് പഠിക്കുക. താങ്ക് യു.